ഈ 25 വർഷങ്ങൾക്കിടയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ പ്രവാസികളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ അതത് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കുന്ന പോളിസികളിൽ കൂടെ സ്വാഭാവികമായിട്ടും നമ്മൾ പോകേണ്ടി വരും. ഗൾഫ് കുറേ മാറിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ കഫാല എന്ന് പറയുന്നത്, കഫാല എന്ന് പറഞ്ഞാൽ കഫീലിനെ സ്പോൺസർഷിപ്പ് സമ്പ്രദായമാണ് ഗൾഫിലെ. കഫീൽ അതായത് ഒരു സിംഗിൾ അറബിനെ അയാൾ തൊഴിലാളിയായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ഒരു ഇതാണ്. കഫീലിൽ അധിഷ്ഠിതമായ ആ സമ്പ്രദായത്തിൽ ചെറിയൊരു മാറ്റം സൗദി അറേബ്യ കൊണ്ടുവന്നു. കഫാലക്കെതിരെ, സ്പോൺസർഷിപ്പ് സമ്പ്രദായത്തിനെതിരെ ഖത്തറും കുവൈറ്റും UAEയും ഒക്കെ കുറേ ശ്രമങ്ങൾ നടത്തി തുടങ്ങിക്കഴിഞ്ഞു. ആ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു എംപ്ലോയറിൽ കേന്ദ്രീകൃതമായ വിസ സമ്പ്രദായമാണ്. അപ്പോൾ ആ വിസയിലാണ് നമ്മുടെ ഈ ഗൾഫിലേക്കുള്ള മലയാളികളൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു കമ്പനി വിസയിലല്ല, ഒരു ഇൻഡിവിജ്വലിൻ്റെ വിസയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്നവരെല്ലാം ആ വിസയുമായി ബന്ധപ്പെട്ട് ബന്ധനസ്ഥരാണ്. അവർക്ക് ആ ജോലി ഉപേക്ഷിച്ച് വേറെ ജോലിയിലേക്ക് പോകണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല ജോലി. അപ്പോൾ അതൊരു കടുത്ത തൊഴിലാളി വിരുദ്ധ സമീപനമാണെന്നാണ് പൊതുവേ ലോകം മുഴുവനും ഐക്യരാഷ്ട്രസഭയടക്കം വിലയിരുത്തുന്നത്. അതിലൊക്കെ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അതിൽ അനുരണനങ്ങൾ അവരുടെ പോളിസികളിൽ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വീട്ടുതൊഴിലാളികൾ ഗൾഫിലേക്ക് വന്ന വീട്ടുതൊഴിലാളികൾ ഒരിക്കലും അവിടുത്തെ തൊഴിലാളി നിയമങ്ങളിൽ, ലേബർ ലോകളിൽ ഉൾപ്പെടുന്നില്ല അവർ. പക്ഷേ അതിലും കാതലായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ വീട്ടുതൊഴിലാളികളെ കുറച്ചുകൂടി കരുതലായിട്ട് കാണുന്ന ഭയങ്കരമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷെ മാറാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസികളിൽ മാത്രമാണ്. ഞാൻ നേരത്തെ ഒരവസരത്തിൽ പറഞ്ഞു, ശക്തമായ ഒരു നിയമനിർമ്മാണം പ്രവാസികൾക്ക് വേണ്ടി, ഇത്രയധികം വിദേശ വരുമാനം, ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ വരുമാനം നേടിത്തരുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി അവർ നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തെക്കുറിച്ചോ അവർ നഷ്ടപ്പെടുത്തുന്ന സമയത്തെക്കുറിച്ചോ ഒരു കരുതലുമില്ലാത്ത ഗവൺമെൻറ്റുകൾ ഇന്ത്യയിൽ ഭരിക്കുന്നിടത്തോളം കാലം നമ്മുടെ നിയമനിർമ്മാണത്തിൽ എന്ന് ഒരു മാറ്റം വരുന്ന നമുക്ക് സ്വപ്നം കാണാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് പ്രവാസലോകം നടത്തുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അതാണ്. നമ്മുടെ പോളിസികളിൽ ഇപ്പോഴും കാതലായിട്ടുള്ള ഒരു മാറ്റം വരുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ വരെ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ കൺവെൻഷൻ 189 എന്ന് പറയുന്ന ILOയുടെ 100ാമത് സെഷനിൽ ലോക തൊഴിലാളി സംഘടനയുടെ 100ാമത് സെഷനിൽ കൺവെൻഷൻ 189 നടന്നപ്പോൾ അതിലൊരു പ്രമേയം കൊണ്ടിരുന്നത് വീട്ടുതൊഴിലാളിയും തൊഴിലാളിയാണ്, വീട്ടുതൊഴിലും ഒരു തൊഴിലാണ് എന്ന് പറയുന്ന നിർദ്ദേശത്തെ എതിർത്തത് മുതലാളിത്തം, എംപ്ലോയേഴ്സ്, വർക്കേഴ്സ്, ഗവൺമെൻറ്റ്സ്, ഇങ്ങനെ 3 ട്രൈപ്പാർട്ടേറ്റ് ആണല്ലോ ILO. അതിൽ ആ എംപ്ലോയേഴ്സിൻ്റെ കൂടെ ഈ നിർദ്ദേശം എതിർത്ത ഒരു രാജ്യം ഇന്ത്യയാണ്. അതായത് വീട്ടുതൊഴിലും തൊഴിലാണ്, അവരും അധ്വാനിക്കുന്ന വർഗമാണ്, അവരും തൊഴിലാളികളാണ് എന്ന് പറയുന്ന ILOയുടെ നിർദ്ദേശത്തെ എതിർത്ത ഒരു രാജ്യം ഇന്ത്യയാണെന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി ഒക്കെ നമ്മൾ കത്തയക്കുന്നു, മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയം. അപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു രാജ്യം അവരുടെ തൊഴിലാളികളോടുള്ള ഒരു നിലപാടിനെ ഐക്യരാഷ്ട്രസഭയിൽ പ്രതികരിക്കുന്നത് ഇത്തരം ആശയങ്ങളെ വെച്ചുകൊണ്ടാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ 983 അമെൻഡ് ചെയ്ത 950 നമ്മുടെ നിലവിലുള്ള വിദേശ കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള നിയമം ഇപ്പോഴും മാറാതെ ഈ 2025 ഓവർസീസ് മൊബിലിറ്റി ബിൽ എന്ന പേരിൽ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ് ഒരു മാറ്റവും ഇവിടെ സംഭവിക്കാത്തത്? പ്രധാനപ്പെട്ട കാരണം ഈ തൊഴിലാളികളാരും, ഈ പ്രവാസികളാരും നമ്മുടെ വോട്ടർ പട്ടികയിൽ പെടുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് വോട്ടവകാശമില്ല എന്നുള്ളതാണ്. ഇവരുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SIR വരുമ്പോൾ ബീഹാറിനേക്കാളും കൂടുതൽ ചിലപ്പോൾ വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് കേരളത്തിലെ പ്രവാസി വോട്ടർമാർക്കായിരിക്കും. ഈ പ്രവാസി വോട്ടർമാരുടെ ഭാഗധേയം ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ഇല്ലാത്തടത്തോളം കാലം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഈ തൊഴിലാളി സംഘടനകൾക്ക് കടുത്ത വരുന്ന നിലപാടാണ്. ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി സംഘടനകളും പ്രവാസി തൊഴിലാളികളെ അവരുടെ ഒരു ഭാഗമായിട്ടും അംഗീകരിക്കാനോ ആ തൊഴിലാളികളും തൊഴിലാളികളാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവരുടെ അജണ്ടയിലോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയിലോ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിലോ ഇല്ലാത്ത ഒരു വർഗമായി തുടരുന്നിടത്തോളം കാലം ഈ പോളിസിയെല്ലാം ഇങ്ങനെയേ പോവുകയുള്ളൂ.
അവരുടെ വോട്ട്, പ്രവാസികളുടെയും പ്രവാസികളുടെ കുടുംബങ്ങളുടെയും അവരിഷ്ടപ്പെടുന്നവരുടെയും വോട്ട് ഇത്തരം ഇവർക്ക് വേണ്ടിയുള്ള നിലപാടെടുക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറാവാത്തടത്തോളം കാലം നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ പോകും. അതേസമയം ഈ കാലയളവിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചേഞ്ചസ് നടന്നിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളിലാണ്. അവർ പ്രവാസികളുടെ കഴിവുകൾ തിരഞ്ഞെടുക്കുകയും തിരിച്ചറിയുകയും പ്രവാസികളുടെ വരുമാനത്തെ വലിയൊരു സംഭാവനയായിട്ട് കരുതുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ബംഗ്ലാദേശ് പോളിസിയിൽ ഭയങ്കരമായിട്ട് മാറ്റം വന്നു. പാകിസ്ഥാൻ പോളിസിയിൽ ഭയങ്കരമായിട്ട് മാറ്റം വന്നു. ശ്രീലങ്ക, ഫിലിപ്പീൻസ് എന്ന് മാത്രം എല്ലാവരും എപ്പോഴും പറയും. നമ്മുടെ തൊട്ടടുത്തുള്ള ചില രാജ്യങ്ങളിലേക്ക് നോക്കൂ, ചെറിയ രാജ്യങ്ങളിലേക്ക്. നേപ്പാളിൽ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാദം ഉയർന്നു. അതിപ്പോൾ 10,000 രൂപയായിട്ട് ഉയർത്തിയെങ്കിലും ഫ്രീ റിക്രൂട്ട്മെൻറ്റ്, അതായത് നിങ്ങളെ ഗൾഫിലേക്കുള്ള ഒരു ജോലിക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഏജൻറ്റ് ഇയാളിൽ നിന്ന്, തിരഞ്ഞെടുക്കപ്പെടുന്ന തൊഴിലാളിയിൽ നിന്ന് ഫീസ് വാങ്ങാൻ പാടില്ല. അത് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് വാങ്ങണം, ആ കമ്പനിയിൽ നിന്ന് വാങ്ങണം. അതിനുവേണ്ടി ഒരു സമരം നടന്നു നേപ്പാളിൽ. ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല. ബംഗ്ലാദേശിൽ പ്രീ ഡിപ്പാർച്ചർ, ഗൾഫിലേക്കോ മറ്റേതെങ്കിലും മേഖലയിലേക്കോ പോകുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് മാൻഡേറ്ററി ആയിട്ട് 1 മാസത്തെ പ്രീ ഡിപ്പാർച്ചർ കോഴ്സ് പങ്കെടുക്കണം. ആ കോഴ്സ് പങ്കെടുക്കുന്ന തെളിവ് എയർപോർട്ടിൽ ഹാജരാക്കിയാൽ മാത്രമേ ഈ സ്ത്രീക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻ, വിദേശത്ത് നിങ്ങൾ അയക്കുന്ന വരുമാനത്തിന് 5% ഇൻസെൻറ്റീവ് ഗവൺമെൻറ് കൊടുക്കും. 1000 രൂപ അയച്ചാൽ 5% ഇൻസെൻറ്റീവ് പാകിസ്ഥാൻ ഗവൺമെൻറ് കൊടുക്കും. ഇങ്ങനെ ചെറിയ ചെറിയ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നറിയും മനുഷ്യരെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളിൽ. അങ്ങനത്തെ ഒരു കടുത്ത കരുതലോടുകൂടിയുള്ള ഒരു ശക്തമായ നിയമം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം ആണ് ഇന്ത്യ. ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട്, ഗൾഫ് രാജ്യങ്ങളുമായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ടും ഈ തൊഴിലാളികൾക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും ഉടമ്പടികളിൽ ഏർപ്പെടാൻ പറ്റും. ഈ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവർക്ക് ലഭിക്കേണ്ട സേവന വേതന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഗ്രിമെൻറ്റുകളിൽ ഏർപ്പെടാൻ പറ്റും, MOUകളിലും BLUകളിലും. പക്ഷെ ഒരു എഗ്രിമെൻറ്റും തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ്റുകൾ ഇത്രയും കാലത്ത് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി എത്രയോ യാത്രകൾ നടത്തി, എത്രയോ ഉടമ്പടികളിൽ ഒപ്പിട്ടു. പക്ഷെ എവിടെയും ഈ തൊഴിലാളിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ ബന്ധപ്പെട്ടുള്ള ഒന്നും പരാമർശമാവുന്നില്ല. നമ്മുടെ ഗവൺമെൻറ് കാണിക്കുന്ന ഉദാസീനതയും അലംഭാവവും ഇന്നും തുടരുന്നു. പ്രവാസ ലോകത്തിന് വിഷയങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറവുമില്ലാത്തതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്.